പറയുന്നതെന്നറിയോ? നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണക്കല്ല, ഒരിക്കലുമില്ല. അവൻ ആയുസ് നീട്ടി ചോദിക്കും, അവൻ എന്നോട് കേണപേക്ഷിക്കും, എന്റെ അടുക്ക വന്ന് എന്റെ മുമ്പിൽ സുജൂദ് കിടന്നവൻ കരയും. എന്നാൽ അത് പറയണക്കല്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വർത്തമാനമായി അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ആലോചിച്ച് നോക്കി, നമ്മൾ മരിക്കൂലേ? ഈ നിമിഷം നമ്മൾ മരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കി പ്രിയപ്പെട്ട മുഅ്മിനുകളെ. ഈ നിമിഷം ഞാൻ മരണപ്പെടാണ് എന്നൊരു വേള നീ ചിന്തിക്കും. എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എന്ത് സൽക്രമമുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ കയ്യിൽ? എന്ത് നന്മയാണ് അള്ളാഹിന്റെ മുമ്പിൽ പോയി ഒന്ന് വെച്ച് അള്ളാഹിന്റെ മുമ്പിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു ചെല്ലാൻ പറ്റിയ എന്ത് ഇബാദത്താണ് നമുക്ക്. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നില്ലേ? സൂറത്തുൽ കഹ്ഫ് പൂർണ്ണമായി പാരായണം ചെയ്ത എത്ര പേര് നമ്മൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ എത്ര പേര് മുമ്പിൽ ഇരിക്കുന്നുണ്ട്? ആലോചിച്ച് നോക്കി. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമ്മുടെ കയ്യിൽ അമലുകളില്ല. നമ്മുടെ കയ്യിൽ സ്വഹാബികൾ ചെയ്തതുപോലെ സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തതുപോലെ നമ്മുടെ കൈകളിൽ നമ്മുടെ നന്മയുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, സ്വർഗ്ഗത്തിൽ തൂവെള്ള കൊട്ടാരം നിനക്ക് വേണ്ടി പണിതത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമറേ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരിക്കൽ കരഞ്ഞു. എന്തിനാ കരഞ്ഞതെന്നറിയോ? തന്റെ അനുജന്മാരെ ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ കരഞ്ഞത് നാളെ സ്വർഗ്ഗത്തിൽ എനിക്ക് അല്ലാഹു ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഒരു ഇടം നൽകുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. ആരാ കരയുന്നത് നോക്കണം നമ്മൾ. സ്വർഗത്തെ കുറിച്ച് ഒരു സെക്കൻഡ് ആലോചിക്കണോ? അല്ല എനിക്ക് സ്വർഗം കിട്ടുമോ? സഹാബികൾ കരഞ്ഞിട്ടുണ്ട് സ്വർഗം ആലോചിച്ച്. ആ സ്വർഗത്തിലേക്കുള്ള അവസരത്തിന് വേണ്ടി അവർ മത്സരിച്ചിട്ടുണ്ട്. നമ്മൾ മത്സരിക്കൊന്നും വേണ്ട. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റബ്ബേ സ്വർഗത്ത് പോകാനുള്ള അമലൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടോ? ഈ ഒരു റൂട്ടിൽ ഞാൻ പോയാൽ, ഈ രൂപത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിൽ എനിക്ക് സ്വർഗത്തേക്ക് കയറാൻ കഴിയോ റബ്ബേ എന്ന് ഒരു സെക്കൻഡ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം നമ്മൾ. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. അവിടെയാണ് ആത്യന്തികമായ അനശ്വരമായ വിജയം നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ